ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമിഴിലും കാര്യമൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 30 to 40 അല്ലെങ്കിൽ 25 to 40 റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ടാബ്ലറ്റ്സിൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് കൊണ്ടു പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളെ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ പുതിയ ചാനലാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മളെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസ് ഞങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ ചാനലിലും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന 4 ടാബിനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ ടാബ് എന്ന് പറയുന്നത് നമ്മുടെ സാംസങ് ടാബ് S9 FE കുറിച്ച് തന്നെയാണ്. ഇത് നമുക്ക് ആക്ച്വലി ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് 25, 26, 27 റേഞ്ചിലൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു IP68 ടാബ്ലറ്റ് ആണ്. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി അൺബോക്സിങ്ങുകളൊക്കെ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന S9 ആണ്. S9 FE ഞാൻ ആക്ച്വലി അൺബോക്സ് ചെയ്തിട്ട് വിറ്റുണ്ടായിരുന്നു. അപ്പോൾ S9 എന്ന് പറയുമ്പോൾ ഗെയിമിങ്ങിനൊന്നും ഞാൻ റെക്കമെൻഡ് അല്ല. പക്ഷെ നിങ്ങൾ ഓവറോൾ ഒരു എന്താ പറയുക ബിസിനസ് പരമായിട്ടും അല്ലെങ്കിൽ നോട്ട്സ് ചെയ്താൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പരിപാടിയാണ്. അതിൻ്റെ പെട്ടി കൂടി ഇരിക്കുന്നുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടാബ്ലറ്റ് ആണ്. നമുക്ക് 128 GB 6 GB റാം മോഡലാണ് നമുക്ക് 26, 27 രൂപയ്ക്ക് കിട്ടുക കേട്ടോ. ഇതിനാകെ നെഗറ്റീവ് പറയുന്നത് ആ റാം കുറച്ച് കുറവാണ്, 6 GB കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. 8 GB വരുന്നത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ Xiaomi Pad 7 ആണ്. നിങ്ങൾക്കറിയാം ലേറ്റസ്റ്റ് സാധനമാണ്. ഇതിൽ നമുക്ക് കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 8 GB റാമും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് ഈ റേഞ്ചിൽ വരുന്ന ഒരു ഓവറോൾ എന്താ പറയുക നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമിങ്ങിനും വേണമെങ്കിൽ ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഹെവി ഗെയിമിനൊന്നും പറ്റില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റാണ് ഷോമിയുടെ. പക്ഷേ നിങ്ങൾ നോട്ട്സ് ഏതാനും അങ്ങനത്തെ സംഭവത്തിനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് സാംസങ് ആണ് കേട്ടോ. ഇതൊന്നും പറ്റില്ല. ഷോമിയിലും നമ്മളൊന്ന് പറയാൻ പോകുന്ന ടാബുകളൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട്സ് ഏതാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇതിനൊക്കെ നമുക്ക് എക്സ്ട്രാ പെൻ വാങ്ങിക്കാൻ കിട്ടുന്നത് വേറെ കാര്യം കേട്ടോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ OnePlus Pad 2 ആണ്. നമ്മൾ ഇതിന് മുമ്പ് OnePlus Padൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ അൺബോക്സിംഗ് ആളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ Pad 2 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നിങ്ങളൊരു ഗെയിമിംഗ് ടാബാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ OnePlus Pad 2 സുഖമായിട്ട് എടുക്കാം. നല്ല ഹൈ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. 12 GB റാം 256 GB സ്റ്റോറേജും വരുന്നതാണ്. സ്നാപ്ഡ്രാഗൺ Gen 3 ആണ് വരുന്നത്. 144 ഹെഡ്സിൻ്റെ എന്താ പറയുക ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡോൾബി വിഷനും അറ്റ്മോസും എല്ലാ സംഭവത്തിലുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ പെന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വേറെ കാര്യം. നമുക്ക് സിൽവർ ഡാറ്റ വരുന്ന മോഡൽസും നമുക്ക് അവൈലബിൾ ഉണ്ട്. ഇതിനിപ്പോൾ 12 GB 256 GB ആമസോണിലെ പ്രൈസ് വരുന്നത് 40,000 രൂപയാണ്. നിങ്ങൾക്ക് ഒരു HDFC കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 3,000 രൂപയൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഡീലാണ്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ Redmi Pad Pro 5G ആണ്. അപ്പോൾ ഇതും നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ Xiaomi Pad 7 പോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് 256 GB റാം വരുന്നുണ്ട്. 256 GB മെമ്മറിയും 8 GB റാമും വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ സാംസങ് S9 FEയിലും അതിലൊരു പ്രോബ്ലം അതാണ്. നമുക്ക് 6 GB റാം വരുന്നുള്ളൂ, 128 GB റാം നമുക്ക് 128 GB മെമ്മറിയാണ് നമുക്ക് ആ റേഞ്ചിൽ കിട്ടുന്നുള്ളൂ. അതാണ് ഒരു മെയിൻ അതിൻ്റെ ഒരു കോൺ എന്ന് പറയാനുള്ളത് കേട്ടോ. ഇത് നമുക്ക് Wi-Fi 6 വരുന്നുണ്ട്, 5G എനേബിൾഡ് ആണ്, ക്വാഡ് സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക മെയിനായിട്ട് നിങ്ങളൊരു കോണ്ടന്റ് കാണാനാണ് നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ Redmi Pad Pro 5G അല്ലെങ്കിൽ നമ്മുടെ Xiaomi Pad 7 ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ ഈ 4 ടാബാണ്. ഇതിൽ ആക്ച്വലി നമുക്ക് 3,200 രൂപയുടെ HDFC ഓഫർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 24 രൂപയ്ക്ക് സാധനം കിട്ടും. ഇതിന് MRP അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 27 രൂപയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല 25-ന് താഴെ നമുക്ക് ഓഫർ അടക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഡീലാണ്. അപ്പോൾ ഈ 4 ടാബാണ് നമ്മൾ ആക്ച്വലി ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് 25-ൻ്റെയും 35-ൻ്റെയും അല്ലെങ്കിൽ 40-ൻ്റെയും റേഞ്ചിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ടാബുകൾ വിത്ത് Wi-Fi അല്ലെങ്കിൽ 5G രണ്ടും കൂടിയുള്ളത് മോഡൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാൻ പോയി കണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത കാണാം. ബൈ.